ഞാൻ എൻ്റെ കാര്യം ആലോചിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ തോന്നിയടാ ഇതിനകത്ത് എന്തോ പന്തികേടുണ്ടെന്ന്. ഈ കുക്കറും ഇതും കണ്ടപ്പോഴേ. എന്തോ മുഖം കാണിച്ചേ? എന്തേ? വെറുതെ തള്ളല്ലേ. ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നു ചുളുവിലൊക്കെ ഒരു സാധനം കിട്ടിയതിന്റെ സന്തോഷം. അയ്യോ എടാ എടാ കനക, നമ്മൾ പെണ്ണുങ്ങള് ഇച്ചിരി ഒരു 10 രൂപ കുറച്ചൊരു സാധനം കിട്ടിയാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അത് സത്യമാണ്. ഇവളെന്തായിരുന്നു എനിക്ക് മിക്സ് ചെയ്താ എനിക്ക് മിക്സ് ചെയ്താ. നീ എത്ര പ്രാവശ്യം ചോദിച്ചടി? ശരി, ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ, എനിക്ക് ഇവിടെ തന്നില്ലല്ലോ. എന്നാലും നീ എത്ര പ്രാവശ്യം ചോദിച്ച് പക്ഷെ എനിക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ കളത്തിലൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നി കനക, ഇവളെന്തൊക്കെ പറഞ്ഞാലേ ഉള്ളിന്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് ശരിയല്ല ഇത് ശരിയല്ല. പക്ഷെ അങ്ങനെ തോന്നിയപ്പോ നീ അന്നേരം പറഞ്ഞില്ലല്ലോ. അതെ, കറക്റ്റ്. എന്തേ പറയാണല്ലോ നീ പറഞ്ഞത്. നീ ഒരു പോലീസുകാരനായിട്ട് നീ ഈ ചോദ്യം എന്നോട് ചോദിക്കരുത്. പോലീസുകാരെങ്ങനെയാണ് ചോദിക്കരുതെന്നല്ല, കറക്റ്റ് തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമേ നമ്മളത് ചോദിക്കൂ. അതുകൊണ്ട് ഞാൻ കൊച്ചുണ്ണി നല്ല മനുഷ്യനാ. അയാൾ ഈ പണക്കാരെന്ന് മേടിച്ചിട്ട് പാവപ്പെട്ടവർ കൊടുത്തതാ. ചേച്ചി ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും വെളിയിലിരിക്കുന്നത് അകത്ത് ഭയങ്കര ചൂട്, കാറ്റ് വെള്ളം വേണ്ടി വെളിയിരിക്കുന്നു. അല്ല ഫാനില്ലേ അകത്ത്? കറണ്ട് പോയി. കറണ്ട് ഇല്ലയോ? ഇതൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഒരു മച്ചമ്പയ്ക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് ഒരു ട്രാൻസ്ഫോമർ ഒക്കെ തങ്ങടിപ്പിക്കാവുന്നേ. വീട്ടിലിപ്പോ ട്രാൻസ്ഫോമർ ഉണ്ടോ? വീട്ടിലോ? എന്താണ് അങ്ങനെ ഒരു മനോവച്ചോർത്താനോ? റോസ് ചേച്ചി വിളിച്ചായിരുന്നു. എന്തിന്? അവിടെ നിന്ന് ഗ്യാസ് കുറ്റിയും കുക്കറും ഒക്കെ അടിച്ചോണ്ട് പോയ കാര്യം പറഞ്ഞു. അവൾ അറിഞ്ഞോ? ആര് ഗ്യാസ് കുറ്റി? ഏത് കുക്കർ? എന്ത്? അതിന് ആര് പോയില്ലേ? എടാ 2 ആഴ്ചക്ക് മുമ്പ് തങ്കച്ചേട്ടൻ 2 ആഴ്ചയല്ലേ പറഞ്ഞാലുണ്ടല്ലോ അവിടുന്ന് അടിച്ചോണ്ട് പോണത് അപ്പുറത്തെ ആൻ്റപ്പ ചേട്ടൻ കണ്ടായിരുന്നു. നാണം ഉണ്ടാണ്. എടാ, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് ഇത്. സ്വന്തം വീട്ടിലെ സാധനം അടിച്ചു മാറ്റി നാട്ടുകാർക്ക് നിൽക്കാൻ നടക്കുന്നത്. കഷ്ടം. മച്ചമ്പി, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നല്ലേ അടിച്ചു മാറ്റിയത്. അതുമല്ല, അത് അടിച്ചു മാറ്റി ഞാൻ ആർക്കാ കൊണ്ടുവന്നേ? എന്റെ സ്വന്തം വീടായ എന്റെ മച്ചമ്പിയുടെ ചേട്ടത്തിയുടെ വീട്ടിലോട്ട്. അതെങ്ങനെ മോശമാവും? നീ നിന്നും മെഴുകാതെ, നീ ന്യായം പറയാതെ സാധനം കൊണ്ടുവന്ന് അവൾക്ക് കൊണ്ടേ കൊടുത്തേ അവള് നിന്നെ വീട്ടിൽ കയറ്റൂല. അവള് വീട്ടിൽ കയറ്റാത്തോണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് അട്ടിപ്പേർ കിടക്കുന്നത്. നിങ്ങൾക്ക് അയ്യോ, ഇങ്ങനെ കാണിച്ച ആര് വീട്ടിൽ കയറ്റും? ഒരാളും വീട്ടിൽ കയറ്റത്തില്ല. മെനഞ്ഞാന്ന് രൂപ 2000 ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അതിൽ ഒരു 500 രൂപ ഇന്നത്തെ ചെലവിൽ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. അപ്പം ഇതേപോലെ ചെറിയ സാമ്പത്തിക പൈസ തരുന്നില്ലെങ്കിൽ ഉടനെ വീട്ടിൽ കയറി അങ്ങ് മോഷ്ടിച്ച് വിൽക്കുവോ? മോഷ്ടിച്ചല്ലോ, ഒരു സാമ്പത്തിക ക്രയവിക്രയം. ഇല്ലാത്തവൻ അന്നത്തിന് വേണ്ടി ഉള്ളവനിൽ നിന്ന് വാങ്ങാതെ കർത്താവ് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ചവനെ കൂട്ടുപിടിച്ചാലുണ്ടല്ലോ ഉള്ള കള്ളത്തരം മുഴുവൻ കാണിച്ചിട്ട്. മച്ചമ്പി, എന്റെ അവസ്ഥ മച്ചമ്പി ഒന്ന് എനിക്ക് മനസ്സിലായി. ഈ 2 സാധനത്തിനും ആ വീട്ടിൽ യാതൊരു ഉപയോഗമില്ല. വെളിയിൽ നിന്ന് ആഹാരം മേടിക്കുന്നുണ്ട്, ഗ്യാസ് എടുക്കുന്നില്ല. ഒന്നും വേവിക്കാത്തോണ്ട് കുക്കർ കൊടുക്കുന്നില്ല. ഞാൻ ചെന്നപ്പോൾ ഈ കുക്കറകത്ത് പൂച്ച പ്രസവിച്ച് കിടക്കുമായിരുന്നു, അറിയാവോ? അത് പൂച്ചയെ പട്ടി എന്താ പറ്റി കിടന്നോട്ടെ. കുക്കറിന് 450 രൂപ, ഇതിന്റെ 1000 രൂപ. ചെലവായി പോയി. എങ്ങനെ ചെലവായി പോയി? പറ്റുണ്ടേ. അപ്പൊ അത് ആഴ്ച ക്ലിയർ ചെയ്തില്ല, പിന്നീട് തുടർന്ന് പറ്റുമായിട്ട് വരാൻ അവര് സമ്മതിക്കത്തില്ല. അത് പറ്റിപ്പാവും. പണി കുറവാന്നാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ശരി, പിന്നെ തന്നാ മതി. കൊണ്ടേ കൊടുക്കുന്നു, കൊണ്ട് കൊടുക്ക്. റോസ്മേരി എടുത്തോണ്ട് പോടാ. ഇതോ പിന്നെ അടുത്ത വെളി പിന്നെ വരും. പോ. എന്നാ ചീമന്റെ വണ്ടി കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞായിരുന്നു ഞാനത് സ്വന്തമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഇതെങ്ങനെ ചുമന്നോണ്ട് പോണു? തോളോട്ട് വെക്കങ്ങോട്ട്. പിന്നെ റൊണാൾഡേ, റോസ്മേരിയുടെ അടുത്ത് തന്നെ കൊണ്ടു കൊടുക്കണം. ഇനി അടുത്ത വീട്ടിൽ കയറി അതും വിറ്റ് കാശാക്കരുത്. അതെ, ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോലെ.